നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വരവോടുകൂടി നമ്മുടെ രാജ്യത്തുള്ള സ്കൂളുകൾ, പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്തുള്ള സ്കൂളുകൾ കുറേ കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുതിയ NEP-യിൽ അധ്യാപക പരിശീലനത്തോടൊപ്പം പാരൻറ്റിങ് പ്രധാനപ്പെട്ട ഒരു മേഖലയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്കൂളുകളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. പലയിടത്തും വർഷത്തിലൊരിക്കലോ വർഷത്തിൽ 2 തവണയോ മാത്രം ലഭ്യമാകുന്ന ഏതെങ്കിലും ഒരു ഫാക്കൽറ്റിയെ വെച്ചുകൊണ്ട് ഒരു ജനറൽ ട്രെയിനിങ് കൊടുക്കുന്നിടത്തേക്ക് മാത്രം നമ്മുടെ പാരൻറ്റിങ് സെഷനുകൾ ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ശരിക്കും ഒരു സ്കൂളിനെ ഫ്രൂട്ട്ഫുൾ ആക്കുന്നിടത്ത്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ നിലവാരങ്ങൾ കുറേ കൂടി പ്രൊഡക്റ്റീവ് ചെയ്യുന്നിടത്തേക്ക് എങ്ങനെയാണ് പാരൻറ്റിങ്ങിനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? ഓക്കെ, വളരെ കറക്റ്റായൊരു നിരീക്ഷണമാണിത്. കാരണം മനുഷ്യന് പാരൻറ്റിങ് ഒരു പഠിച്ച് ചെയ്യേണ്ട പണിയാണെന്നുള്ളത് അടുത്ത കാലത്താണ് ബോധ്യപ്പെടുന്നത്. അതിപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് സൊസൈറ്റിയിലുള്ളത്. പാരൻറ്റിങ് കോഴ്സുകൾ, വർക്ക്ഷോപ്പുകളൊക്കെ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് CBSE സ്കൂളുകളിൽ NEP വന്നതിന് ശേഷം വന്ന് NCF വന്നതിന് ശേഷം പാരൻറ്റ് ഇൻവോൾവ്മെൻറ്റ്, പാരൻറ്റ് എൻഗേജ്മെൻറ്റ് എന്നൊരു സീരിയസ് കൺസേൺ ആണ്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറ് സ്കൂളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പാരൻസിനെ വിളിക്കുന്നത്. സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ, ഒരു അവാർഡ് ദാനം നടക്കുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ആനുവൽ ഡേ നടക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്ന ഒരു വലിയ മാസ് ആയിട്ടുള്ള ഒരു ഗ്യാതറിങ്ങിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് എന്നൊക്കെ പറയാം. ശരിക്കും ഇതൊരു ക്ലാസ്സായിട്ട് നടക്കുന്ന സംഭവമല്ല. ഇതൊരു കോഴ്സ് പോലെ ഡിസൈൻ ചെയ്യേണ്ട കാലം അധികരിച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര ക്രൈസിസ് ആണെന്ന് പാരൻറ്റിങ്ങിൽ അനുഭവിക്കുന്നത്. മുന്നത്തെ പോലെയല്ല, സൊസൈറ്റി വളരെ കോംപ്ലക്സ്ഡ് ആവുന്നുണ്ട്. കുട്ടികളുടെ അനുഭവങ്ങൾ കോംപ്ലക്സ്ഡ് ആവുന്നുണ്ട്. കുട്ടികളുടെ ലോകം എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്ത് പാരൻസ് തികച്ചും പരാജയപ്പെടുന്നുണ്ട് പല ഘട്ടങ്ങളിലും. അതുകൊണ്ട് പ്രായാനുസൃതമായിട്ട് കുട്ടി എങ്ങനെ വളരുന്നത്, കുട്ടി എന്താ ചിന്തിക്കുന്നത്, കുട്ടി എങ്ങനെ മാറുന്നത്, ഈ മാറുന്ന കുട്ടിക്ക് ഏറ്റവും നല്ല അനുഭവ ലോകം ഉണ്ടാക്കി കൊടുക്കാനുള്ള പാരൻറ്റിങ് എന്നുള്ളത്, അത് സ്കൂളിൻ്റെ സപ്പോർട്ടോടെ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ആദ്യം വേണ്ടതൊരു കാഴ്ചപ്പാടാണ്.